ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ തന്നെയുള്ള 2-3 ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. തീരെ കുഞ്ഞു കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു സ്വീറ്റാണിത്. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഈ സ്വീറ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ 3 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ്. 3 കപ്പ് തേങ്ങാപ്പാൽ എടുക്കാവുന്നതാണ്. 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തിട്ട് 3 കപ്പ് തേങ്ങാപ്പാൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിന് 3 കപ്പ് പാൽ എന്ന കണക്കിലാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ടെക്സ്ചറും നല്ല ഗ്ലേസിങ്ങും ഒക്കെ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി ഇത് 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇതാ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു പാത്രം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. വശങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. കാരണം പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ടാണ്. നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഇളക്കിയെടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയായി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടണം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടുന്നതായിരിക്കും. 2-3 മിനിറ്റ് മാത്രം മതിയാകും ഇത് തയ്യാറാക്കി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോഴിത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടുന്നതായിരിക്കും. ഇനി നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കിതിങ്ങനെ യോജിച്ച് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്തായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിലോട്ട് 2 ടീസ്പൂൺ നെയ്യാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. കുട്ടികളൊക്കെ പെട്ടെന്നൊരു മധുരം വേണം എന്നൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാം. വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ തന്നെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാകും. നല്ലതുപോലെ തന്നെ കണ്ടല്ലോ, ഇതിങ്ങനെ മുറിഞ്ഞ് വീഴുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത പാടെ തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അതിനാണ് നമ്മൾ മുന്നേ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സോ ബദാമോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ പ്ലെയിനായിട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല ഭംഗിയാണ് പ്ലെയിനായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂണിൻ്റെ പുറകുവശത്ത് കുറച്ച് നെയ്യ് പുരട്ടിയ ശേഷം ഇതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു ഫാനിൻ്റെ താഴെ വെച്ച് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടുന്നതായിരിക്കും. അങ്ങനെ കണ്ടല്ലോ, ഇതിപ്പം ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് വിട്ട് വരുന്നതായിരിക്കും. ഒന്നുകിൽ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ല ഗ്ലേസിങ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കണ്ടല്ലോ, നല്ല നല്ല ഗ്ലേസിങ് ഉണ്ട്. നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ചേർത്തതുകൊണ്ടാണ് ഇതുപോലെ നല്ല ഗ്ലേസിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. മുട്ടയില്ലാതെ നിങ്ങൾക്ക് തയ്യാറാക്കാം. മുട്ട ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഇതങ്ങനെ മുറിഞ്ഞൊന്നും പോവില്ല. നമുക്ക് തോന്നും പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നുള്ളത്, അങ്ങനെ മുറിഞ്ഞൊന്നും പോവില്ല. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു സ്വീറ്റാണിത്. കുഞ്ഞു മക്കൾക്ക് പോലും കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഒറ്റക്കൊക്കെ കഴിക്കാൻ പറ്റും, അത്രക്കും സോഫ്റ്റാണിത്. വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകും. കുട്ടികളെ പോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടേക്കണേ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.